നിങ്ങളുടെ മോള് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എത്ര ഭീകരമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നാ നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ മോള് വേദന കൊണ്ട് ഇവിടെ കിടന്ന് പൊളഞ്ഞ കാര്യം നിങ്ങളോട് പറഞ്ഞോ? അവൾക്ക് കുടിക്കാനേ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കൊടുത്തില്ല. അത് നിങ്ങളോട് പറഞ്ഞ ഇനിയും അവള് കരയും, ഞാൻ കരയിക്കും. നിങ്ങളത് കണ്ടോ? ഇനി എൻ്റെ മോള് കരയില്ലടാ. ഈ ചെയ്തതൊക്കെ അവൾ എന്നോട് പറഞ്ഞടാ. ഇനി അവളുടെ കൂടെ ഞാനുണ്ട്. ഈ ചെയ്തതിനൊക്കെ എണ്ണി എണ്ണി കണക്ക് കുറച്ചിട്ട് ഞാൻ പോകും. ഒന്നും പറ്റിയില്ലെങ്കിൽ എൻ്റെ മോക്ക് സമാധാനം കിട്ടാൻ എന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല. ഇത് വെറും ഭീഷണിയായിട്ട് മാത്രം കാണരുത്. കൊല്ലു എന്ന് പറയാൻ താനം തറവല്ലോ, കോഴിയോ താറാവല്ലാണോ? അയാളുടെ ഒരു കയ്യിന് സ്വാധീനക്കുറവുണ്ടെന്നുള്ളൂ. ഭയങ്കര ആരോഗ്യമാണ് അയാൾക്ക്. ഒരു പിടുത്തം പിടിച്ചിട്ടേ എനിക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല. താൻ പേടിക്കാതെടോ, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? മോനാ, ഈ ആഴ്ച നമ്മൾ കോംപ്രമൈസ് സ്റ്റോക്കിന് പോണില്ലേ, അതൊന്ന് കഴിയട്ടെ. അതെ, കോംപ്രമൈസ് സ്റ്റോക്കിന് ഞാൻ പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഇതൊന്നും പറയരുത്. എങ്ങാനും കോംപ്രമൈസ് നടന്നില്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് കോടതിയിൽ പ്രയോഗിക്കാനുള്ളതാണ്. എന്നാലും അവളിത് അവളുടെ അച്ഛനും അമ്മയോടും ചെന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അവരുടെ മോൾക്ക് വേണ്ടി അപേക്ഷിക്കുമെന്ന് ഞാൻ കരുതിയത്. ഇതിപ്പോ കൊല്ലൂന്നൊക്കെ പറഞ്ഞ ഇത് പഴയ കാലമൊന്നുമല്ല മോഹന. അച്ഛനും അമ്മയൊക്കെ വന്ന് മകൾക്ക് വേണ്ടി മരുമോന്റെ കാല് പിടിക്കാൻ. മരുമകൻ തെറ്റ് ചെയ്താ അതിനുള്ള ശിക്ഷ അങ്ങേര് തന്നെ അനുഭവിക്കണം. അതാണ് ഇപ്പോഴത്തെ കാലം. മനസ്സിലായോ? ഇവരിവിടെ ഉണ്ടായിരുന്ന എന്താണ് മോഹന ആകപ്പാടൊരു പേടി വെപ്രാളമൊക്കെ? ആവണിയുടെ കൂടെ ആളുകൾ കൂടിയതിന്റെ ആണോ ഈ പേടി? എനിക്കാരും പേടിയൊന്നുമില്ല. ആ പറയുന്നേ തന്നെ പേടിയാണല്ലോ. സുധേ, മോഹന് ഞാൻ കേസിന്റെ ഒരു കാര്യം സംസാരിക്കാം, നീ ഒന്നും മിണ്ടാതിരുന്നേ. അതെന്നാ വർത്തമാനം വക്കീലേ? ഞാനും കേസിന്റെ കാര്യം തന്നെയല്ലേ സംസാരിക്കുന്നേ. ആവണിയുടെ അച്ഛനൊന്ന് പിടിച്ചു വരട്ടിയപ്പോഴത്തേന് ദേണ്ട വന്നിരിക്കുന്ന ഒരാള്. അപ്പൊ ഞാനൊന്ന് കാണാൻ വരണ്ടേ? അല്ലാത്തപ്പം മൊത്തം പഞ്ച് ഡയലോഗും ഭീഷണിയും പരിഹാസവും ഒക്കെ ആണല്ലോ. ഇപ്പൊ എന്തേ, ഒന്നുമില്ലേ? ഒരു കാര്യം മനസ്സിലായി, വക്കീലും ക്ലയന്റും പേടിത്തൊണ്ടന്മാരാ. നിങ്ങളൊന്ന് അകത്തോട്ട് കയറി പോകാൻ എന്ത് തരണം? ഞങ്ങളിവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ, ഇത് കാണാൻ ആവണി ഇല്ലാതായി പോയല്ലോ. എന്തൊരു പേടിയും വെപ്രാളും ആ മോഹന തനിക്ക്. ഷേ, അവളിവിടെ വേണ്ടിയിരുന്നു. അവള് സന്തോഷിച്ചേനെ. മോഹന, തന്റെ കഷ്ടകാലം തുടങ്ങാൻ പോന്നേ ഉള്ളൂ. വക്കീലേ, കഷ്ടകാലം പിടിച്ചവന്റെ കൂടെ കൂടിയാലേ കൂടിയവന് മുടിയവെന്നാ. ഈ കേസ് വേണോ വേണ്ടെന്നൊന്ന് ആലോചിക്ക്. വേറെ കേസ് നല്ല കിട്ടും കേട്ടോ. ഒന്ന് ആലോചിക്ക രണ്ടുപേരും കൂടി ഇരുന്നിട്ട്. നിങ്ങൾക്ക് ഇവരുള്ളപ്പോൾ എന്നോട് വിളിക്കാണ്ടിരുന്നൂടെ?
നമുക്ക് സംസാരിക്കണമെങ്കിൽ പുറത്തു പോയി സംസാരിക്കാം. നിങ്ങൾക്ക് ഇവരൊന്ന് ഡിവോഴ്സ് ചെയ്തോടെ. കുറച്ച് കാലം കൂടി ഇങ്ങനെയൊക്കെ ഒന്ന് ജീവിക്കട്ടോ. താൻ അതൊക്കെ വിടും, നമുക്ക് കേസിന്റെ കാര്യം സംസാരിക്കാം. അഞ്ജുവിന്റെ അച്ഛനും അമ്മയും വന്നില്ലേ? ഓ വന്നായിരുന്നമ്മ. എന്നിട്ട് എന്താ ഇവിടെ നിന്നില്ലേ? തിരക്കായോട് നിൽക്കാൻ പറ്റിയില്ല. അതെ മോളെ, ഈ മോഹനും ആവണി തമ്മിൽ എന്താ ശരിക്കുള്ള പ്രശ്നം? അപ്പോ ഏട്ടത്തി അമ്മയോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ഓ അത് ശരി. അപ്പൊ വാചകടി മാത്രമേ ഉള്ളൂ. എല്ലാവരോടും പറയുന്നു പറഞ്ഞിട്ട്. എന്താ മോളെ? ഒന്നുമില്ലമ്മ. പറ മോളെ, ശരിക്കും അവർ തമ്മിൽ എന്താ പ്രശ്നം? മോഹനേട്ടന് ഒരു വിലയും ഇല്ല അമ്മ. ഏട്ടത്തി മോഹനേട്ടനെ അടിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം പറയുന്നുണ്ട്. ഞാനാണ് ഇങ്ങനൊക്കെ ചെയ്തിരുന്നെങ്കിലേ പ്രകാശേട്ടൻ എപ്പോഴേ എന്നെ അടിച്ച് വെളിയിൽ കളഞ്ഞേനെ. അമ്മ, ഇവർക്കിടയിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്ത് പ്രശ്നം? സരസ്വതിയെ ആവണി അന്വേഷിച്ചായിരുന്നല്ലോ. എന്തിന്? എന്തേലും ആവശ്യം കാണും. വയ്യാതിരിക്കുന്ന കൊച്ചല്ലേ, മുകളിലേക്ക് ചെല്ലേ. മോളെ അഞ്ജു, ഞാൻ വന്നിട്ട് ബാക്കി പറയണേ. എന്താ മോളെ പറഞ്ഞോണ്ടിരുന്നേ? ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങളാണ് അച്ഛാ. ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്നറിയാം. ശരിക്കും എന്താ പ്രശ്നം? അതച്ഛാ, പ്രശ്നം എന്ന് പറയുമ്പോ ഞാൻ എങ്ങനെ അച്ഛനോട് പറയാ? മോള് ധൈര്യമായിട്ട് പറഞ്ഞോ. ഏയ് പറയുമ്പോൾ എല്ലാം പറയണം. ഡിവോഴ്സ് കേസ് കൊടുത്ത കഥ, എൻ്റെ മോളെ കൊല്ല ചെയ്ത കഥ എല്ലാം പറയണം. ഒന്നും വിട്ടുപോകരുത്. എന്തേ പറയുന്നില്ലേ? അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് പൊട്ടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല. ഇനി നീ എന്തെങ്കിലും പറഞ്ഞ് ആവണിയോ ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താ നിന്നെ തല്ലാൻ പറ്റൂലെങ്കിൽ നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അച്ഛൻ്റെ രണ്ട് പൊട്ടിക്കും. എന്നിട്ട് മോളെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിൽ ഇതുപോലെ തല്ല് കിട്ടുമെന്ന് പറയും. വെറുതെ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. നോക്ക്, ഞാൻ പറയണത് മനസ്സിലാവണുണ്ടോ? ഇല്ലെങ്കിൽ മനസ്സിലാക്കണം. ആവശ്യമില്ലാതെ തന്തയെ തല്ലുകൊള്ളിക്കരുത്. എന്താ അവണി? എന്താ അമ്മേ? എന്നെ വിളിച്ചു എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞെന്നോ? ഞാൻ വിളിച്ചെന്നോ? ആ, എന്താടി? അമ്മ എവിടെ ഇരിക്കും, ഞാൻ പറയാം. ഞാൻ അവിടെ അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്തോണ്ടിരിക്കല്ലായിരുന്നോ? അഞ്ചു പറയുന്ന നുണ കേട്ടോണ്ടിരുന്നല്ലേ? ഓ ചുമ്മാതല്ല, അച്ഛൻ ഞാൻ വിളിക്കുന്നു കള്ളം പറഞ്ഞിങ്ങോട്ട് വിട്ടത് അല്ലേ? കള്ളം പറഞ്ഞോ? നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. എന്താ കാര്യം? സരസ്വതി, നീ ഇപ്പൊ ഇവിടെ അടുത്തിരി. താഴെ പലരും പറയും. നീ അതൊന്നും മൈൻഡ് ചെയ്യില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം പറയാം, നീ ഒന്ന് അടങ്ങ്. നീ അവിടെ എവിടെയും പോയി അറ്റവും മൂലം കേട്ട് വെറുതെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കണ്ട. എനിക്ക് ഈ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. തൽക്കാലം ഒരു കാര്യം മനസ്സിലാക്ക്, ആവണിയെ ഇവിടെ ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതെങ്ങനെയാ? അവളുടെ വായിന്ന് വരുന്ന വർത്തമാനം അങ്ങനെയാണല്ലോ. അപ്പൊ അമ്മയ്ക്ക് സ്വന്തം മോള് പറയുന്ന വിശ്വാസമില്ല, മറ്റുള്ളവർ പറയുന്ന വിശ്വാസം അല്ലേ? ഇവളെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അഞ്ചു പല കഥകളും നിന്നോട് പറയും. അതൊന്നും നീ വിശ്വസിക്കണ്ട. മോഹനും ഇവളെ ഇഷ്ടമല്ലേ? സരസ്വതി, നീ കാണുന്ന ഒന്നും സത്യമല്ല. തൽക്കാലം നീ അത് മനസ്സിലാക്കുക. അച്ഛനോട് മോളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ജീവിതമാ, അത് കൈവിട്ട് കളയാൻ എളുപ്പമാ, പക്ഷെ അത് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനാ പാട്. മോൾ അതൊന്നും കാര്യമാക്കണ്ട. ആ, അമ്മ നാളെ ഡിസ്ചാർജ് ആവുന്ന പറഞ്ഞേ. ആ, ഇപ്പൊ കുറവുണ്ട്. ഫ്രാക്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ശരി. എന്താടി? നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ? നിങ്ങളുടെ ഏട്ടത്തിയുടെ അച്ഛൻ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. അറിഞ്ഞാ? എന്തിന്? അതിന്
നിങ്ങളുടെ മുഖത്തെന്താ ഒരു ചിരി? നീ കാര്യം പറയേ, എന്തു പറ്റി? അങ്ങേരുടെ മോളെ ഞാൻ എന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്താ അയാൾ എന്നെയും തല്ലും, വേണ്ടി വന്നാ വീട്ടിൽ പോയി എന്റെ അച്ഛനെയും തല്ലുന്ന്. നല്ല കാര്യം. അല്ല, ഞാനിപ്പോ എന്താ വേണ്ടേ? നിന്റെ വീട്ടിലേക്കുള്ള വഴി ഏട്ടത്തിനും അച്ഛന് പറഞ്ഞു കൊടുക്കണോ? നിങ്ങൾക്ക് തമാശ അറിയാ? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നീ കുറച്ച് ദേഷ്യം പിടിച്ചാലേ എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ കിട്ടേണ്ടതൊക്കെ മുടക്കം വരാതെ ചോദിച്ചു വാങ്ങിച്ചോളണം. നിങ്ങൾക്ക് എന്നെ അറിയാലോ, വയസ്സായതൊന്നും ഞാൻ നോക്കൂലേട്ടാ. അങ്ങേരെ ഞാൻ ശരിയാക്കും. നീ എന്താന്ന് വെച്ചാ ചെയ്ടി. നിന്റെ അച്ഛന് തല്ലുള്ള യോഗം ഉണ്ടെങ്കിലേ നീ ആയിട്ട് തന്നെ അത് വാങ്ങിച്ചു കൊടുക്ക്. അങ്ങേരെ ഒരു വട്ടം എന്റെ അച്ഛനെ തലത്തുള്ളൂ. മതിയല്ലോ, ഒരു വട്ടം തല്ലിയാ പോരെ. എന്നാലും നീ നന്നാവരുത്. ഇല്ല, നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതേ കുഴപ്പം വല്ലതും ഉണ്ടോ? അങ്ങേരെ എന്തു വേണമെന്ന് എനിക്കറിയാം. ആരുടെയും അടി വാങ്ങാൻ വേണ്ടിയാണ് പോണാവോ? മോളെ ആവണി, ഫോൺ കുറേ നേരം കൊണ്ട് ബെല്ലടിക്കുന്നത്. ആ ഫോൺ ഒന്ന് എടുക്കോ, മിക്കവാറും സുധചേച്ചി ആയിരിക്കും. ഹലോ, അമ്മേ, അമ്മേ, എന്താ അമ്മേ? അമ്മേ, അച്ഛാ, അച്ഛാ, ഒന്നിങ്ങോട്ട് വന്നേ. അമ്മേ, എന്താ? എന്താ അമ്മേ? എന്താ പറ. എന്താ പറ്റിയേ? അമ്മ വിളിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. അമ്മേ, എന്താ അമ്മേ? മോളെ, അമ്മ ഒന്ന് പിടിക്ക്, അങ്ങോട്ട് ഇരുത്ത്. വാ, ഇവിടെ ഇരിക്ക്. മോൾ പേടിക്കണ്ട, അച്ഛനില്ല ഇവിടെ. അമ്മ ഒന്ന് റിലാക്സ് ആവട്ടെ. അച്ഛാ, ചായ കുടിക്കും സരസ്വതി. അയാൾ നിന്നെ വിളിക്കാറുണ്ടോ? ആരുടെ കാര്യം അമ്മ പറയുന്നത്? അറിയാത്ത പോലെ സംസാരിക്കല്ലേ. പറ ആവണി, അയാൾ നിന്നെ വിളിക്കാറുണ്ടോ? നിന്റെ ഫോണിൽ വന്ന കോൾ എടുത്തതേ ഞാനാ. അതിന്റെ മറുതലയ്ക്കലെ ശബ്ദം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാ. അത് അങ്ങേരുടേതായിരുന്നു, രഘു. ഹലോ, നീ വന്നു അല്ലേ? രഘു, അയാളെങ്ങനെ നിന്റെ ഫോണിൽ വിളിക്കണത്? പറ ആവണി, അയാൾ എന്തിനാ നിന്റെ ഫോണിൽ വിളിക്കുന്നത്? എനിക്കറിയില്ലമ്മ.
എന്തു പറ്റി അമ്മ? സുഖമില്ലാന്ന് ഏട്ടത്തി പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല പ്രകാശ, അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളത്. ഹോസ്പിറ്റലിൽ പോണേ പോവാം. ഞാൻ കാർ എടുക്കണോ? വേണ്ട മോനെ, കാലാവസ്ഥ മാറിയതിൻ്റെ ഒരു ചെറിയ പ്രശ്നം, അത്രേ ഉള്ളൂ. ശരി അമ്മ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി. പറ അവണി, അയാൾ എന്തിനാ നിന്നെ വിളിക്കുന്നതെന്ന്. ഇവന്റെ ശല്യം കുറെ നാളായിട്ട് ഇല്ലാതിരുന്നാണല്ലോ. ഇവനിപ്പോ എവിടെന്നാ വന്നേ? എനിക്കറിയില്ല. ഒരു ദിവസം എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. എന്നെ എവിടെയോ വെച്ച് കണ്ടെന്നും എൻ്റെ നമ്പർ എങ്ങനെയോ കിട്ടിയെന്നും പറഞ്ഞാണ് വിളിച്ചത്. പിന്നെ അയാൾ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് നീ പോയോ? പോയി. എന്തിനാ അവിടെ നീ പോയത്? ഇതൊക്കെ നടന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത്? അറിയില്ലമ്മ, ആരോടും പറയാൻ തോന്നിയില്ല. ഇപ്പൊ സന്തോഷമായിട്ടല്ലേ ജീവിക്കുന്നത്, അത് നശിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. അയാൾ എന്തിനാ വന്നേ? പഴയ ആവശ്യങ്ങൾ തന്നെ. ശല്യപ്പെടുത്താതിരിക്കാൻ ചോദിക്കുമ്പോൾ ഞാൻ പൈസ ഇട്ടു കൊടുത്തു. നീ ഇത് എന്ത് ഭാവിച്ച അവിടെ? അറിയില്ലമ്മ, ഞാനപ്പോൾ വേറൊന്നും ചിന്തിച്ചില്ല. നമ്മുടെ ആരുടെയും ജീവിതത്തിലേക്ക് ഇനി അയാൾ കയറി വരരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അയാൾ വിളിച്ചിട്ട് ഞാൻ കാണാൻ പോയില്ലെങ്കിൽ അയാൾ ഈ വീട്ടിലേക്ക് കയറി വരുമെന്ന് എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത്. അതിവിടെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ നീ അവരോട് എന്ത് പറഞ്ഞേനെ? കണ്ടു, അങ്ങേര് കണ്ടു ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോന്നു. എന്നിട്ട് മോഹനൻ ചോദിച്ചില്ലേ നീ ആരെയാ കാണാൻ പോയതെന്ന്? ചോദിച്ചു. അതിന്റെ പേരില ഇപ്പൊ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഇനി അയാൾ വിളിക്കുകയാണെങ്കിൽ നീ ഫോൺ എടുക്കണ്ട. അമ്മ, ഞാൻ ഫോൺ എടുക്കാതിരുന്ന അയാൾ ഇങ്ങോട്ട് കയറി വരും. എന്റെ ഫോൺ അമ്മ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഒന്നിച്ചുണ്ടെന്ന്. ദാസേട്ടാ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നീ പേടിക്കേണ്ട സരസ്വതി, ഒന്നും സംഭവിക്കൂല. നമ്മളെല്ലാവരും ഇല്ലേ? എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നുണ്ട്. ഇതാ സരസ്വതി നിന്നോടൊന്നും പറയാത്ത. എന്തെങ്കിലും പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് ഇല്ലാത്ത അസുഖം മുഴുവനും ഉണ്ടാക്കും. എന്തായാലും അയാൾ വിളിക്കട്ടെ, ബാക്കി അപ്പം നോക്കാം. അവളുടെ അച്ഛനും അമ്മയും വന്നിട്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. അവളുടെ അച്ഛനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം, എന്നിട്ട് അവളുടെ കൂടെ നിൽക്കണം. ഇതെന്തച്ഛനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മള് ഡിവോഴ്സ് ചെയ്യാൻ പോവാന്ന് അറിഞ്ഞിട്ട് വെറുതെ നമ്മളെ വെക്കട്ട് കയറിയിട്ടെന്താ കാര്യം? നമ്മളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയല്ലേ വേണ്ടത്? അയാളെ ഞാൻ അച്ഛാന്ന് വിളിക്കുന്നോണ്ടാണ്. ഇറങ്ങണ്ടല്ലോ, അയാൾ ഇന്നലെ ഉണ്ടാക്കിയ സീനിനെ എന്റെ തനി സ്വരൂപം അയാൾ കണ്ടാണ്. ഏട്ടന്റെ അമ്മായി അച്ഛനായോണ്ടാ ഞാനും വെറുതെ വിട്ടത്. പുറത്തേക്ക് എങ്ങാനും പോകുന്നുണ്ടോ മോന? ഇല്ല. പോകുന്നുണ്ടേ പറയണേ, ഒരാവശ്യം ഉണ്ടായിരുന്നു. സത്യമായിട്ട് എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. സ്വന്തം മോള് ഭർത്താവായ വഴക്കിട്ട് ജീവിക്കുന്ന അറിഞ്ഞിട്ട് അവളെ ഉപദേശിക്കാതെ ഞങ്ങളുടെ രണ്ടുപേരുടെ നെഞ്ചത്ത് കയറിയിട്ട് എന്താ കാര്യം? നിങ്ങൾ എന്താ അച്ഛനാണ്? പെമ്മക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും മോളെ എന്ന് പറഞ്ഞ അച്ഛനമ്മമാരുടെ കാലമൊക്കെ കഴിഞ്ഞു പോകാനാ. മോക്കവിടെ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങ് തിരിച്ചു പോരെന്ന് പറയുന്ന അച്ഛനമ്മമാരുടെ കാലം മോനെ ഇത്. ഇവിടെ എന്താ പ്രശ്നം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? നിങ്ങളുടെ മോളെ ഈ വീട്ടിൽ നിന്ന് രാത്രി ആരെയോ കാണാൻ വേണ്ടി ഇറങ്ങിപ്പോയി, ഏതോ ഒരുത്തനെ. അത് ഞാൻ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ടതാ. അതറിയോ നിങ്ങൾക്ക്?
അറിയോന്ന്? അറിയാം. അറിയാന്നോ? അറിയാം മോഹന. അവൾ എവിടെയാണ് പോയതെന്നും ആരെയാണ് കണ്ടതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ഒരിക്കൽ മോഹനോട് പറയാം. എനിക്കത് അറിയണ്ട. നിങ്ങൾ തന്നെ പൊഴുത്തി വെച്ചോ സത്യം. ഒരു ദിവസം അവള് തന്നെ എല്ലാവരോടും തുറന്നു പറയും. അതല്ലെങ്കിൽ എൻ്റെ വക്കീല് തന്നെ അവളെ കൊണ്ട് പറയിപ്പിക്കും. ശരി, മോഹൻ്റെ ഇഷ്ടം പോലെ. അപ്പൊ നിങ്ങളുടെ മോളുടെ ഭാഗത്ത് ഒരു തെറ്റൊന്നുമില്ല എന്നുള്ള വിശ്വാസം ഉണ്ട് മോഹന. അവൾ ഒരിക്കലും തെറ്റായ രീതിയിൽ പോകൂല മോഹന. നിനക്കത് മനസ്സിലാവാത്തോണ്ടാ. അതുകൊണ്ടാണ് നീ അമ്പളി അവളെ ചേർത്ത് കഥകളുണ്ടാക്കിയത്. അവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ അർത്ഥം മനസ്സിലാത്തോണ്ടാ ഇങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ടാവുന്നത്. ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും മോഹന. അന്ന് നീ പശ്ചാത്തപിക്കും. പിന്നെ പുറത്തു പോവാണെങ്കിൽ പറയാൻ മറക്കണ്ട. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഏട്ടത്തി എന്താ വഴിതെറ്റി പോന്നേന്ന്. ഇതുപോലത്തെ പ്രോത്സാഹനല്ലേ കിട്ടുന്നത്. അപ്പ ആരാലും വഴിതെറ്റും. അപ്പൊ ഇവർക്കെല്ലാവർക്കും അറിയാം ആവണി ആരെ കാണാൻ പോയെന്ന്.